അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഖബറിൻ്റെ കാർക്കശ്യം, വിശ്വാസിക്ക് ലാളിത്യം എന്നതിനെക്കുറിച്ചിട്ടാണ്. ഹസ്രത്ത് ഹാനിഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അരികിൽ ചൊല്ലുമ്പോൾ വല്ലാത്ത കരയുമായിരുന്നു. അതു കാരണം അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞു കുതിരുമായിരുന്നു. ആളുകൾ ചോദിച്ചു, സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ കാര്യം പറയുമ്പോൾ നിങ്ങൾ കരയാറില്ല, ഖബർ കാണുമ്പോഴേക്കും നിങ്ങൾ ഇത്ര ഭയാനകമായി കരയുന്നല്ലോ, അതെന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരലോകത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് ഖബർ. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും സുഖകരമായ ഘട്ടം. ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അതാണ് അവൻ്റെ ഏറ്റവും പ്രയാസമുള്ള ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കടുത്തതാണ് ഖബർ. അല്ലാഹു നമ്മളൊക്കെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹസ്രത്ത് ഇബ്നു ഉമറിൽ നിന്നും നിവേദനം. മദീനയിൽ വെച്ച് ഒരു വ്യക്തി മരണമടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി യാത്രയിൽ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു സ്വഹാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്നും എത്ര ദൂരം വെച്ചാണോ മരണപ്പെടുന്നത് അത്രയും ദൂരം വിചാരണയുമായിട്ടുണ്ടാകും. സ്വർഗത്തിൽ അവന് കൂടുതൽ ഇടം നൽകപ്പെടുകയും ചെയ്യും. ഹസ്രത്ത് ഇബ്നു മസ്ഊദിൽ ഇത്തരമൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബൂ സഈദിൽ ഖുദ്രിയിൽ നിന്നും ഹസ്രത്ത് ഇബ്നു ഉമറിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ ഒന്നെങ്കിൽ നരകക്കുണ്ടിൽ നിന്ന് ഒരു കുണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തോപ്പിൽ നിന്നും ഒരു തോപ്പോ ആയിരിക്കും. അതായത് വിശ്വാസികൾ ദുർവൃത്തരും ആയവരെ സംബന്ധിച്ചിടത്തോളം ഖബർ ഒരു നരകക്കുണ്ടായിരിക്കും. വിവിധ തരത്തിലുള്ള ശിക്ഷയാണ് അവിടെ ഉണ്ടാവുക. വിശ്വാസിയും സൽവൃത്തരുമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖബർ ഒരു പൂന്തോപ്പായി തീരും. വ്യത്യസ്ത രീതിയിലുള്ള സുഖസൗകര്യങ്ങളുടെ പ്രതിഫലവും അവൻ അവിടെ ലഭിക്കും. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുയുടെ റിപ്പോർട്ട് ഇത്രയും കൂടിയിട്ടുണ്ട്. ഖബർ ഓരോ ദിവസവും 3 തവണ ഇങ്ങനെ പറയും, ഞാൻ കൃമികീടങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഭവനമാണ്, ഞാൻ അന്ധകാരത്തിൻ്റെയും താവളമാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഹസ്രത്ത് അബൂ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഖബറിൽ പച്ചപിടിച്ച തോട്ടത്തിലാണ് സത്യവിശ്വാസി കഴിയുക. അവൻ്റെ ഖബർ 210 അടി വലുതാക്കപ്പെടും. അതിൽ 14-ാം രാവുദിച്ച പോലെയുള്ള പ്രകാശമാണ് ഉണ്ടാവുക. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. ഖബർ 120 അടി നീളവും 120 അടി വീതിയും അകപ്പെടും. ഇമാം ഖുർത്തുബി എഴുതി, ഖബറിൽ ഇടുക്കവും മുൻകർ നക്കീർ എന്നീ മലക്കുകളുടെ ചോദ്യവും കഴിഞ്ഞതിന് ശേഷം ഖബർ വിശാലമാക്കപ്പെടും. ഇബ്നു അബിദ്ദുന്യ കിതാബുൽ ഖുബൂറിൽ എഴുതി ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അവാരികളായ സ്വഹാബികളും ഉണ്ടായിരുന്നു. ഖബറിൻ്റെ ഇടുക്കത്തെയും ഇരുട്ടിനെയും കുറിച്ച് ആളുകൾ പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ ഖബറിനേക്കാളും വളരെ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നു. പിന്നീട് അള്ളാഹു നിങ്ങളെ അതിനേക്കാളും വിശാലമായ ദുനിയാവിൽ കൊണ്ടുവന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഖബറിനെയും അവൻ വിശാലമാക്കും. ഇബ്നു അബിദ്ദുന്യ ദിക്റുൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു സംഭവം. മതഭക്തനും മഹാനുമായ ഒരു വ്യക്തി ബസ്രയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരപുത്രൻ ദുർവൃത്തനായ ഒരു യുവാവായിരുന്നു. പാട്ടുപാടുന്ന കുറേ സ്ത്രീകളുമൊത്താണ് അവൻ കഴിയുന്നത്. ഈ മഹാനായ മനുഷ്യൻ അവനെ കുറേ ഉപദേശിച്ചു നോക്കി. അവനൊന്നും കേട്ടില്ല. അവൻ മരിച്ചു. ആ മഹാനാണ് അവൻ്റെ മൃതദേഹം ഖബറിലെടുത്തു വെച്ചത്. ഖബറിന്മേൽ മണ്ണിടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി. ഒരു കല്ലെടുത്തു നോക്കിയപ്പോൾ അവൻ്റെ ഖബർ ബസ്രയിൽ
ഈദ്ഗാഹിനേക്കാൾ വിശാലമായിട്ടാണ് കണ്ടത്. അവൻ നടുവിലങ്ങനെ ഇരിക്കുന്നു. മഹാനവറുകൾ കല്ല് യഥാസ്ഥാനത്ത് വെച്ചു. ഖബർ ശരിയാക്കിയതിന് ശേഷം അവൻ്റെ പത്നിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിന്റെ ഭർത്താവിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അവൾ പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഓ ബാങ്കുകാരാ, നീ ഏതൊരു കാര്യത്തിനാണോ സാക്ഷി നിൽക്കുന്നത് അതിന് ഞങ്ങളും സാക്ഷി നിൽക്കുന്നു. ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരെ കൂടെ ഈ സാക്ഷ്യം ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് ശുറൈഖ് ബിനു അബ്ദുല്ലാഹിൽ നിന്നും നിവേദനം, ഞാൻ കൂഫയിൽ വെച്ചൊരു മയ്യത്തിൻ്റെ പേരിൽ ജനാസ നിസ്കരിച്ചു. ഞാൻ ഖബറിൽ കടന്നു. കല്ലുകൾ ഖബറിന്മേൽ പാകി വെച്ചു. പെട്ടെന്ന് ഒരു കല്ല് താഴെ വീണു. ഞാൻ കണ്ടു, ഞാൻ കഅബയിലാണ്. ഞാൻ തവാഫ് ചെയ്യുകയാണ്. കഅബയുടെയും ഹജറുൽ അസ്വദിൻ്റെയും രൂപങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഹസ്രത്ത് അംർ ഇബ്നു മുസ്ലിമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖബർ കുഴിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ 2 ഖബർ കുഴിച്ചു തയ്യാറാക്കിയിരിക്കുന്നു. 3-ാമത്തെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സൂര്യൻ്റെ ചൂട് അറിഞ്ഞു തുടങ്ങി. ഞാൻ എൻ്റെ പുതപ്പ് ഖബറിൻ്റെ മുകളിൽ വിരിച്ചു. അതിൻ്റെ തണലിൽ ഞാൻ ഖബർ കുഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ കണ്ടു, 2 പേർ കുതിരപ്പുറത്ത് കയറി വന്നു. 1-ാമത്തെ ഖബറിങ്കൽ നിന്നിട്ട് ഒരാൾ മറ്റയാളോട് പറഞ്ഞു, എഴുതുക. മറ്റയാൾ ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? അവൻ പറഞ്ഞു, 3 മൈൽ നീളം 3 മൈൽ വീതി. 2-ാമത്തെ ഖബറിൽ വന്നിട്ട് പറഞ്ഞു, അവരൻ ചോദിച്ചു, എന്താണ് എഴുതേണ്ടത്? പറഞ്ഞു, കണ്ണ് എത്താവുന്നിടത്തോളം. പിന്നെ ഞാൻ കുഴിച്ചു കൊണ്ടിരുന്ന 3-ാമത്തെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എഴുതുക. അവൻ ചോദിച്ചു, എന്താണ് എഴുതേണ്ടത്? അവൻ പറഞ്ഞു, ഒരു വിരലും പെരുവിരലും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര. ഇത് കേട്ട് ഞാൻ ഇരുന്നു. ജനാസയെ പ്രതീക്ഷിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏതാനും ആളുകൾ ഒരു ജനാസയുമായി വന്ന് ആദ്യത്തെ ഖബറിലേക്ക് പോയി. ഞാൻ ചോദിച്ചു, ഈ മയ്യത്ത് എങ്ങനെയായിരുന്നു? ആളുകൾ പറഞ്ഞു, ഈ വ്യക്തി വെള്ളം കൊടുത്തിരുന്നു. അവന് ഒരുപാട് സന്താനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒന്നുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സംഖ്യ പിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂലി വാങ്ങുകയില്ല, അത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുക. ഖബറടക്കൽ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം 2-ാമത്തെ ജനാസ വന്നു. അതിനോടൊപ്പം ജനാസ ചുമന്ന 4 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ 2-ാമത്തെ ഖബറിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, ഈ മയ്യത്ത് എങ്ങനെയുള്ള ആളാണ്? അവർ പറഞ്ഞു, അയാൾ ഒരു യാത്രക്കാരനാണ്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടെ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പക്കൽ നിന്നും ഞാൻ എൻ്റെ കൂലി വാങ്ങിയില്ല. ഖബറടക്കൽ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. 3-ാമത്തെ ജനാസയും കാത്ത് ഇശാ വരെ ഖബറിസ്ഥാനിൽ ഇരുന്നു. പിന്നീട് ഒരു നേതാവിൻ്റെ പത്നിയുടെ ജനാസ വന്നു. അവരോട് ഞാൻ എൻ്റെ കൂലി ചോദിച്ചു. അവർ കൂലി തന്നില്ല. എന്നെ ഒരുപാട് പ്രഹരിക്കുകയും ഖബറടക്കം ചെയ്തു തിരിച്ചു പോവുകയും ചെയ്തു. ബഹ്റൈൻ താമസക്കാരനായ അബൂ യസീദിൽ നിന്ന് നിവേദനം, ഒരു യാത്രക്കാരനെ ഞാൻ ബഹ്റൈനിൽ വെച്ച് കുളിപ്പിച്ചു. അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ കണ്ടു, തൂബാ ലക യാ ഖരീബ്, യാത്രക്കാരാ, നിനക്ക് അനുഗ്രഹമുണ്ടാവട്ടെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാംസത്തിനും ചർമ്മത്തിനും ഇടയിലാണ് എഴുതിയിരിക്കുന്നത്. അർജുറീദ് തൻ്റെ കിതാബുൽ ഗുറബാഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കബത്തുവിനു അബി മുഹൈത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഞാൻ അഹ്നഫിൻ്റെ ജനാസയിൽ പങ്കെടുത്തു. ഖബറിൽ ഇറങ്ങി അതിൻ്റെ ഉപരിതലം ശരിയാക്കാൻ തുടങ്ങിയപ്പോൾ ഖബർ അത്യധികം വിശാലമായി ഞാൻ കണ്ടു. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. ഞാനത് കാണിച്ചു കൊടുത്തു. പക്ഷേ അവനത് കാണാൻ കഴിഞ്ഞില്ല. ഒരു നിവേദനം, അബ്ദുല്ലാഹ് ഇബ്നു ഗാലിബ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി ഖബറടക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം പരന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. താമസം എവിടെയാണ്? സുഹൃത്ത് ചോദിച്ചു. സ്വർഗത്തിൽ. അദ്ദേഹം പറഞ്ഞു,
ഏത് കർമ്മത്തിൻ്റെ പുണ്യം കൊണ്ട്? സുഹൃത്ത് ചോദിച്ചു. എൻ്റെ വിശ്വാസം ദൃഢമായിരുന്നു, ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടായിരുന്നു, വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഖബറിൽ നിന്നും സുഗന്ധം വന്നിരിക്കുന്നു, അത് എന്ത് കൊണ്ടായിരുന്നു? സുഹൃത്ത് ചോദിച്ചു. ഖുർആൻ പാരായണത്തിൻ്റെയും തഹജ്ജുദ് നിസ്കാരത്തിൻ്റെയും സുഗന്ധമായിരുന്നു അത്. അദ്ദേഹം മറുപടി പറഞ്ഞു. ഖബർ വിശാലമാകുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. എല്ലാ പ്രബലങ്ങളുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളുടെ വ്യത്യാസമനുസരിച്ചാണ് വ്യത്യാസം എന്നാണ്. ഖബറിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്നത്. സരീബിനു മുഖല്ലദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂദർദിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുള്ള സാമഗ്രികൾ നിങ്ങൾ ഒരുക്കുമല്ലോ. അന്ത്യനാളിന് വേണ്ടി നിങ്ങൾ എന്തു സാമഗ്രികളാണ് ഒരുക്കിയിട്ടുള്ളത്? അബൂദർ, അന്ത്യനാളിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അബൂദർ പറഞ്ഞു തരൂ അള്ളാഹുവിൻ്റെ ദൂതരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഷ്ണകാലത്ത് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, അന്ധകാരത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് ദിവസവും 100 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതായിരിക്കും. ഖബറിലെ ഏകാന്തത അവനുണ്ടാകുകയില്ല. സ്വർഗത്തിലെ ഒരു കവാടം അവന് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യും. ഹസ്രത്ത് കഹ്ബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിന് വഹ്യ് ദിവ്യബോധനം നൽകി വിദ്യ പഠിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക, വിജ്ഞാനം പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഖബറിനെ ഞാൻ പ്രകാശവനായിരിക്കും. അവൻ ഖബറിനെ ഭയപ്പെടേണ്ടതില്ല. ഹസ്രത്ത് ഇബ്രാഹിമിനു അദ്ഹമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഞാൻ ഒരു ജനാസയും കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ മരണത്തിൽ ബർക്കത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ജനാസയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, മരണത്തിന് ശേഷം ബറക്കത്തുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. ശബ്ദം കേട്ടു ഞാൻ പേടിച്ചു, മയ്യത്തിന് മറവ് ചെയ്തു. ഖബറിനടുത്തിരുന്നു. ഖബറിൽ നിന്നും സുമുഖനായ ഒരാൾ പുറത്തു പോകുന്നത് കണ്ടു. അയാളിൽ നിന്നും സുഗന്ധം വീശുന്നുണ്ട്, നല്ല വെളുത്ത വസ്ത്രങ്ങൾ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ജനാസകത്ത് നിന്നും സംസാരിച്ച ആൾ. ഞാൻ പ്രവാചകൻ്റെ ചര്യയാണ്. എന്നെ അനുസരിച്ചാണ് ഇയാൾ ജീവിച്ചത്. ഞാനാണ് ദുനിയാവിൽ ഇയാൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. ഖബറിൽ ഇയാൾക്ക് ഞാൻ പ്രകാശമാകും, ഞാൻ ഇയാളുടെ സുഹൃത്താകും. എന്നിട്ട് ഖിയാമത്ത് നാളിൽ ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഹസ്രത്ത് അബൂ ഖാഹിരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബൂ ഖാഹിൽ, ഒരാൾ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കിയില്ലെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ അവൻ്റെ ഖബറിൽ നിന്നും പ്രയാസത്തെ ദൂരീകരിക്കും. ഹസ്രത്ത് ഉമറിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും പള്ളിയിൽ വിളക്കു കത്തിച്ചാൽ അള്ളാഹു അവൻ്റെ ഖബറിൽ പ്രകാശപൂരിതമാക്കും. ആരെങ്കിലും പള്ളിയിൽ സുഗന്ധമണിയിച്ചാൽ സ്വർഗത്തിൽ സുഗന്ധം കൊണ്ട് അവൻ്റെ ഖബറിനെ അള്ളാഹു സുഗന്ധപൂരിതമാക്കും. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം സൃഷ്ടാവിനോട് ചോദിച്ചു, ആരെങ്കിലും രോഗിയായി കാണാൻ പോയാൽ അവൻ എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? അള്ളാഹു പറഞ്ഞു, ഓ മൂസ, അവന് വേണ്ടി 2 മലക്കുകളെ നിയോഗിക്കും. ഖിയാമത്ത് നാൾ വരെയും ആ മലക്കുകൾ ഖബറിൽ അവനെ പരിചരിക്കും. ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുപോലെയുള്ള റിപ്പോർട്ടുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ ഖബർ ജീവിതം സുഖത്തിലും റാഹത്തിലുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നും നമ്മൾ ഖബറിനെ ഓർത്തുകൊണ്ടാവണം നമ്മളുടെ ജീവിതം. നമ്മൾ ആദ്യം പോയി കടക്കേണ്ടത് ഖബറിലാണ്. ആ ഖബർ കഴിഞ്ഞിട്ടാണ് പിന്നെ മഹ്ശറ. ആ ഖബറിലാണ് നമ്മൾ ആദ്യം വിജയിക്കേണ്ടത്. ആ വിജയത്തിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് ഖബറിനെ ഓർത്തുകൊണ്ട് പരലോകത്തെ വിളവാഗ്രഹിച്ചുകൊണ്ട് നല്ലോണം സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.